മഹാനായ ശൈഖുനാ പാറന്നൂർ ഉസ്താദ് അവർകൾ ജീവിതത്തിൽ ഒരു സുന്നത്ത് നിസ്കാരവും ഉപേക്ഷിക്കാത്ത മഹാ പണ്ഡിത തേജസ്സാണ് മഹാനായ ശൈഖുനാ പാറന്നൂർ പി പി ഇബ്രാഹിം മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. ഒരു സുന്നത്ത് പോലും ഉപേക്ഷിക്കാത്ത മഹാൻ. ആ മഹാൻ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അന്നത്തെ രാത്രിയിൽ മഹാനവറുകൾക്ക് ഉറക്കം കിട്ടിയിരുന്നില്ല. ശരീരത്തിന്റെ വേദന കാരണമായി. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, പെണ്ണുങ്ങളോട് എടി ഉറക്കം തീരെ കിട്ടുന്നില്ലല്ലോ, ഒന്ന് കണ്ണുപൂടി കിട്ടുന്നില്ലല്ലോ, ഒന്ന് ചെറുങ്ങനൊന്ന് ഉറങ്ങിക്കിട്ടീനെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാമായിരുന്നു. മഹാനായ ശൈഖുനാ പാറന്നൂർ ഉസ്താദ് അന്നത്തെ രാത്രിയിൽ മഹാനവറുകൾ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്. 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ടുണ്ട് മഹാനായ ശൈഖുനാ പാറന്നൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. മഹാനവറുകൾ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ആ പാറന്നൂർ ഉസ്താദിന്റെ ഫോട്ടോ അല്ലേ മനസ്സിന്? ശൈഖുനാ പാറന്നൂർ ഉസ്താദ്, മഹാനായ ശൈഖുനാ പാറന്നൂർ പി പി ഉസ്താദ് അവர்கள் ചെറുപ്പകാലം മുതലേ വിശുദ്ധമായ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തി. മഹാനവറുകൾ ശൈഖുനാ ഉസ്താദ് അവர்கள் ചെറുപ്പകാലത്തെ സ്വന്തം മഹല്ലത്തുകളിലും സ്വന്തം നാട്ടിലും ദർസ് നടത്തി. പിന്നീട് അവസാനം വഫാത്താകുന്ന സമയം മഹാനായ ശൈഖുനാ ഉസ്താദ് അവர்கள் ദർസ് നടത്തിയത് പിന്നെ മടവൂര് മഹാനായ ഖുത്ബുൽ ആലം ശൈഖുനാ സിഎം വലിയുള്ളാഹി തങ്ങളുടെ അവിടെയാണ് മഹാനവറുകൾ ദർസ് നടത്തിയിരുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് മുത്തുമീനിങ്ങളെ. മഹാനായ ശൈഖുനാ പാറന്നൂർ ഉസ്താദിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴ് പറഞ്ഞിട്ടേ ഉള്ളൂ. പാറന്നൂർ ഉസ്താദിന്റെ മകനതാ കയറി വരുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. ഇപ്പം പറഞ്ഞു വന്നിട്ട് മഹാനായ ശൈഖുനാ പാറന്നൂർ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞ നാവെടുത്തിട്ടില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിലേക്ക് ആ മഹാന്റെ പൊന്നുമോൻ കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതൊക്കെ തന്നെയാണ് കുരുത്തം എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഇന്ന് നമ്മള് പാറന്നൂർ ഉസ്താദിനെ പറയേണ്ട ഒരു അവസ്ഥ അല്ലെന്ന്. കാരണം മഹാനായ ശൈഖുനാ ഉസ്താദിന്റെ ആണ്ടോ ഉറൂസോ അല്ല. ഈ സമയത്തിൽ മഹാനായ ശൈഖുനാ പാറന്നൂർ ഉസ്താദിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു തൗഫീഖ് ഉണ്ടായി. അൽഹംദുലില്ലാഹ്, പാറന്നൂർ ഉസ്താദിനെ പറഞ്ഞ് നാവെടുത്തിട്ടില്ല. അൽഹംദുലില്ലാഹ്, അവരുടെ മകനെ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞയച്ച മാതിരി അല്ലേ, ഞങ്ങോട്ട് പോയിക്കോ എന്ന് മഹാനായ ശൈഖുനാ ഉസ്താദ് അവர்கள் പറഞ്ഞയച്ച മാതിരി മഹാനായ ശൈഖുനയുടെ പൊന്നുമോൻ ഇവിടെ എത്തിയത് കണ്ടപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അൽഹംദുലില്ലാഹ്, ആഫിയത്ത് കൊടുക്കണം റബ്ബേ. മരിച്ചുപോയ ശൈഖുനായുടെ ദർജ ഉയർത്തണം റബ്ബേ. ശൈഖുനാ പാറന്നൂർ ഉസ്താദിന്റെ മകനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്, വരി. അല്ലാഹു അവരുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, നീ ബർക്കത്ത് കൊടുക്കണം റബ്ബേ. ഇവിടെ ഇൽമിലും അമലിലും നീ ഖൈറും ബർക്കത്തും കൊടുക്കണം അല്ലാഹ്. ഇവരെ ഉമ്മച്ചി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ആഫിയത്ത് കൊടുക്കണം റബ്ബേ, ആരോഗ്യം കൊടുക്കണം അല്ലാഹ്. ഒരു പ്രയാസമില്ലാതെ ഇവരെ ഉസ്താദിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, മൂല്യാരെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, മൂല്യാരെ മുഴുവൻ മക്കളെയും മൂല്യാരെ ആലിമീങ്ങളാക്കി എന്നുള്ളതാണ് ഏറ്റവും വലുത്. അൽഹംദുലില്ലാഹ്, വലിയ മനുഷ്യന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്, ആരോഗ്യം കൊടുക്കണം റബ്ബേ. മനസ്സിലായില്ലേ? പിന്നെ അതേപോലെ തന്നെ പാറന്നൂര് ഉസ്താദിന്റെ വീട് ഓടിട്ടൊരു വീടായിരുന്നു ഉസ്താദ്. പിന്നെ വഫാത്ത് സമയം ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അവിടെ ഓടിട്ട വീടായിട്ട് തന്നെ ഉള്ളത്. അങ്ങനെ അവിടെ പോകുന്ന ആളുകൾക്ക് ഒരു കയറുണ്ടോന്നറിയില്ല, ഒരു തൂക്കണ ഒരു കയറ് ആ ഉത്തരത്തിന് ഈ പിന്നെ കൗക്കോലിന്റെ മുകളിൽ നിന്ന് ഒരു കയറിങ്ങനെ കട്ടിലിന്റെ മുകളിലോട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ആ കയറ് പിടിച്ചുകൊണ്ടായിരുന്നു മഹാനായ ശൈഖുനാ ഉസ്താദ് അവர்கள் നിസ്കരിച്ചിരുന്നത്. നീച്ച് അവസാന ഘട്ടത്തിലൊക്കെ നിൽക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആലോചിച്ചു നോക്കിയാ നിങ്ങള്.